നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മകരം രാശിക്കാരെ, ഓഗസ്റ്റ് 23 മുതൽ 29 വരെയുള്ള ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കാര്യത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ആഴ്ച അതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കം നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷേ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിവരം നിങ്ങളുടെ അടുത്ത തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് മകരം രാശിക്കാരെ, ഈ ആഴ്ചയുടെ ഫലം മുഴുവൻ നിങ്ങൾ കേൾക്കണം. ഏത് ദിവസമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? പണത്തിൻ്റെ കാര്യത്തിൽ എന്താണ് കാണുന്നത്? കുടുംബത്തിൽ എന്തു മാറ്റമാണ് വരുന്നത്? അതെല്ലാം നമുക്ക് വിശദമായി നോക്കാം. ആദ്യം ജോലിയുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. മകരം രാശിക്കാർക്ക് ഈ ആഴ്ച ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടാൻ സാധ്യത കാണുന്നു. ആദ്യം കുറച്ച് സമ്മർദ്ദമായി തോന്നിയാലും നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കിട്ടുന്ന അവസരമായിരിക്കും ഇത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാനും സാധ്യത കാണുന്നു. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും അശ്രദ്ധ കാണിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി അന്വേഷിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇതുവരെ പ്രതികരണം ലഭിക്കാതിരുന്ന ചില ഇടങ്ങളിൽ നിന്ന് വീണ്ടും ബന്ധപ്പെടാനുള്ള സാധ്യത കാണുന്നു. ഒരു അവസരം വന്നാൽ ഉടൻ തന്നെ എല്ലാം ഉറപ്പായി എന്ന് കരുതാതെ വിശദാംശങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആഴ്ച പഴയൊരു പരിചയം ഉപകാരപ്പെടാം. മുമ്പ് സംസാരിച്ചിരുന്ന ഒരാളിൽ നിന്നോ പഴയൊരു ബന്ധത്തിൽ നിന്നോ പുതിയ അവസരം ലഭിക്കാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ മധ്യത്തോടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതാണ് നല്ലത്. സാമ്പത്തികമായി ഈ ആഴ്ച വരവും ചെലവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കയ്യിൽ പണം വന്നാൽ അതിനോടൊപ്പം തന്നെ ചില അപ്രതീക്ഷിത ചെലവുകളും നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാങ്ങലുകൾ ഈ വാരം കുറയ്ക്കുക. നേരത്തെ കിട്ടാനുള്ളതായി കരുതിയിരുന്ന ഒരു തുക വൈകിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതീക്ഷ നൽകുന്ന വിവരം നിങ്ങൾക്ക് ലഭിക്കാം. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നവർ പെട്ടെന്ന് തീരുമാനിക്കാതെ 2 തവണ ആലോചിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മറ്റൊരാളുടെ വാക്കുമാത്രം വിശ്വസിച്ച് പണം കൈകാര്യം ചെയ്യുന്നത് ഈ വാരം ഒഴിവാക്കുക. കുടുംബത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ മകരം രാശിക്കാർക്ക് ഈ ആഴ്ച കുടുംബത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച വരാം. വീട്ടിലെ ഒരാളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരാം. ഇവിടെ നിങ്ങളുടെ ശാന്തമായ സമീപനമാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുക. പഴയൊരു അഭിപ്രായ വ്യത്യാസം വീണ്ടും സംസാരത്തിൽ വരാം. പക്ഷേ അതിനെ വലിയ പ്രശ്നമാക്കാതെ സംസാരിച്ചു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു പിന്തുണ ലഭിക്കുന്നതായും കാണുന്നു. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടതായി വരും. നിങ്ങൾ മനസ്സിൽ കരുതുന്നത് മറുവശത്തുള്ള വ്യക്തിക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് സംശയിച്ചിരിക്കുന്നതിനേക്കാൾ നേരിട്ട് സംസാരിക്കുന്നതാണ് നല്ലത്. പ്രണയബന്ധത്തിലുള്ള മകരം രാശിക്കാർക്കും ഈ ആഴ്ച ഒരു വ്യക്തത വരുന്ന സമയമാണ്. ബന്ധത്തെക്കുറിച്ചും കുറച്ചു നാളായി ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം മാറാം. ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു സന്ദേശമോ സംസാരമോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ബന്ധത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ പരസ്പരം മനസ്സിലാക്കാൻ സമയം നൽകുക. ആലോചിക്കുന്നവർക്ക് സുഹൃത്തുക്കളുടെയോ പരിചയക്കാരിലൂടെയോ പുതിയ വ്യക്തിയെ പരിചയപ്പെടാനുള്ള സാഹചര്യം വരാം. ആദ്യം കാഴ്ചയിൽ തന്നെ വലിയ പ്രതീക്ഷ വയ്ക്കുന്നതിന് പകരം ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സമയം എടുക്കുക. ഇനി വിദ്യാർത്ഥികളോടൊരു കാര്യം പറയാം. പഠിക്കുന്ന മകരം രാശിക്കാർക്ക് ഈ ആഴ്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പ്രധാനമായും വേണ്ടത്.
ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ശ്രദ്ധ തിരിയാം. അതുകൊണ്ട് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാണെങ്കിൽ അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാതെ നേരത്തെ തന്നെ പഠനം ക്രമീകരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക വേണ്ടെങ്കിലും വിശ്രമക്കുറവിന് ശ്രദ്ധിക്കണം. ഉറക്കം കുറയുന്നതോ മാനസിക ക്ഷീണം അനുഭവപ്പെടുന്നതോ ഉണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുക. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നം തുടരുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന മുതിർന്നവരോട് പറയുകയും ആവശ്യമായ വിദഗ്ധ സഹായം തേടുകയും ചെയ്യുക. ഇനി ഈ ആഴ്ച മകരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളിലേക്ക് വരാം. ഓഗസ്റ്റ് 23, 24 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ആലോചിച്ച് മുന്നോട്ട് പോകുക. ഓഗസ്റ്റ് 25, 27 വരെ ജോലി, സാമ്പത്തികം, പുതിയ അവസരങ്ങൾ എന്നിവയിൽ നല്ലൊരു നീക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. ഓഗസ്റ്റ് 28, 29 ഈ 2 ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വാർത്തയോ ഫോൺ കോളോ സന്ദേശമോ നിങ്ങളുടെ അടുത്ത തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ അവഗണിക്കരുത്. മകരം രാശിക്കാർക്ക് ഈ ആഴ്ച ചെയ്യാവുന്ന ഒരു ലളിതമായ വഴിപാടും പറയാം. ശനിയാഴ്ച ശനി ക്ഷേത്രത്തിൽ ദർശനം നടത്താം. കഴിയുമെങ്കിൽ എള്ളെണ്ണ ദീപം സമർപ്പിക്കാം. അതോടൊപ്പം അർഹരായ ഒരാൾക്ക് ഭക്ഷണമോ ആവശ്യമായ സഹായമോ നൽകുന്നത് നല്ലതാണ്. ജപിക്കാവുന്ന മന്ത്രം ഓം ശം ശനൈശ്വരായ നമ എന്ന മന്ത്രം വിശ്വാസത്തോടെ ജപിക്കുന്നത് ശുഭഫലം വർദ്ധിപ്പിക്കും. ഈ ആഴ്ചയിലെ ഭാഗ്യനിറം നീല, ഭാഗ്യസംഖ്യ 8. മകരം രാശിക്കാരെ, ഈ ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മാത്രമാണ്. വൈകുന്നു എന്നത് അവസരം നഷ്ടപ്പെട്ടു എന്നല്ല. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ ചെറിയ ഒരു നീക്കം ഈ ആഴ്ച ഉണ്ടാകാം. അതുകൊണ്ട് നിരാശപ്പെട്ട് പിന്മാറാതെ വരുന്ന അവസരങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ ആഴ്ച മകരം രാശിക്കാർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ഏത് മേഖലയിലാണ്? പണമോ, ജോലിയോ, കുടുംബമോ, ബന്ധങ്ങളോ? കമന്റിൽ അറിയിക്കുക. ജ്യോതിർവാണിയുടെ പുതിയ രാശിഫലങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു രാശിഫലവുമായി കാണാം. നന്ദി, നമസ്കാരം.